ഹലോ, ഒരുപാട് പേര് നമ്മുടെ മെസ്സേജിലായിട്ടും ഡി എമ്മിലായിട്ടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്ത് ഫുഡാണ് കൊടുക്കാറുള്ളതെന്ന്. അപ്പോൾ ഇത് നല്ലൊരു മീൽ പ്രിപ്പറേഷൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ എല്ലില്ലാത്ത ചിക്കന്, അതുപോലെ കോളിഫ്ലവർ, കുറച്ച് ക്യാരറ്റ്, നമ്മൾ ഉപ്പേരിക്ക് കരിയറില്ലേ പച്ചക്കായ, അതൊന്ന് കുറച്ചൊരു പിടി എടുത്തിട്ടുണ്ട്, കുറച്ച് പരിപ്പ്, അതുപോലെ തന്നെ ചെറിയ അരി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു മീൽ പ്രിപ്പറേഷൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കുട്ടികളുടെ അമ്മമാരൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നന്നായിട്ട് കഴുകിയിട്ടുള്ള ചെറിയ അരി ഞാനൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ, എല്ല് കളഞ്ഞിട്ടുള്ള ചിക്കൻ, കോളിഫ്ലവർ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെയുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ പരിപ്പ്, ചെറുപയർ ഇതൊക്കെ എടുത്തു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ പരിപ്പൊക്കെ വളരെയധികം നല്ലതാട്ടോ കുട്ടികൾക്ക്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ദിവസം ഒരേ ഫുഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും അടുപ്പായിരിക്കും. ഇത്തരത്തിൽ ടേസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പം ഒന്നുകൂടെ അവർ ഹാപ്പി ആവും. ഇവിടെ ഉണ്ടാ ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കാരണം പരിപ്പും ചെറുപയറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കുക. 3 വിസിൽ വരുന്നവരെ കാത്തു നിൽക്കുക. 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം ഇവർ ചെറിയ കുട്ടികളല്ലേ, ഇവർക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് അതിലേക്ക് തുള്ളി നെയ്യും ചേർക്കുക. അടിപൊളി മീൽ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഓക്കെ, ബൈ. ഹലോ, ഒരുപാട് പേര് നമ്മുടെ മെസ്സേജിലായിട്ടും ഡി എമ്മിലായിട്ടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്ത് ഫുഡാണ് കൊടുക്കാറുള്ളതെന്ന്. അപ്പോൾ ഇത് നല്ലൊരു മീൽ പ്രിപ്പറേഷൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ എല്ലില്ലാത്ത ചിക്കന്, അതുപോലെ കോളിഫ്ലവർ, കുറച്ച് ക്യാരറ്റ്, നമ്മൾ ഉപ്പേരിക്ക് കരിയറില്ലേ പച്ചക്കായ, അതൊന്ന് കുറച്ചൊരു പിടി എടുത്തിട്ടുണ്ട്, കുറച്ച് പരിപ്പ്, അതുപോലെ തന്നെ ചെറിയ അരി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു മീൽ പ്രിപ്പറേഷൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കുട്ടികളുടെ അമ്മമാരൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നന്നായിട്ട് കഴുകിയിട്ടുള്ള ചെറിയ അരി ഞാനൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ, എല്ല് കളഞ്ഞിട്ടുള്ള ചിക്കൻ, കോളിഫ്ലവർ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെയുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ പരിപ്പ്, ചെറുപയർ ഇതൊക്കെ എടുത്തു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ പരിപ്പൊക്കെ വളരെയധികം നല്ലതാട്ടോ കുട്ടികൾക്ക്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ദിവസം ഒരേ ഫുഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും അടുപ്പായിരിക്കും. ഇത്തരത്തിൽ ടേസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പം ഒന്നുകൂടെ അവർ ഹാപ്പി ആവും. ഇവിടെ ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കാരണം പരിപ്പും ചെറുപയറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കുക. 3 വിസിൽ വരുന്നവരെ കാത്തു നിൽക്കുക. 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം ഇവർ ചെറിയ കുട്ടികളല്ലേ, ഇവർക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് അതിലേക്ക് തുള്ളി നെയ്യും ചേർക്കുക. അടിപൊളി മീൽ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഓക്കെ, ബൈ.